ഹലോ, അങ്ങനെ ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ച് നേരെ അമ്മേൻ്റെ അടുത്ത് ഓഫീസിലേക്കാട്ടോ പോയത്. ഞങ്ങൾ എന്തിനാണ് അമ്മേൻ്റെ അടുത്തേക്ക് പോയത് വെച്ചാൽ അമ്മ പുതിയ വണ്ടി എടുക്കുകയാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ അടുത്തുമ്പോഴേക്കും അച്ഛൻ അടുത്തിണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഷോറൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഒരു റെഡ് ക്ലോത്ത് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടീൻ്റെ പോലത്തെ. ആ ക്ലോത്ത് ഒന്ന് മാറ്റി ഒന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ടോ ഞാൻ ആദ്യം. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ടാന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ വണ്ടീനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛനും അമ്മയും അനിയത്തിയും കൂടിയാണ് ഏത് വണ്ടി എടുക്കണം, എങ്ങനെ മോഡലായിരിക്കണം, ഏത് കളറായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു. അമ്മയും അച്ഛനും വണ്ടി ബുക്ക് ചെയ്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കുലുക്കമില്ലായിരുന്നു കേട്ടോ. വണ്ടി എടുക്കാൻ പോകുമ്പോൾ കാണാമല്ലോ എന്നായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വണ്ടി കണ്ടപ്പോൾ അത് കാണാനുള്ള ഇൻട്രസ്റ്റും അച്ഛനാണ് കേട്ടോ വണ്ടി പുറത്തേക്ക് ഇറക്കിയത്. അമ്മേനോട് വണ്ടി എടുക്കാൻ പറഞ്ഞപ്പോൾ അമ്മ പറയാ, ഇതുവരെ എടുത്ത വണ്ടിയിൽ എല്ലാ വണ്ടിയും അച്ഛൻ തന്നെയല്ലേ ആദ്യം എടുത്തത്, അപ്പോൾ ഇതും അച്ഛൻ തന്നെ എടുക്കട്ടെ. വണ്ടി റോഡിലേക്ക് ഇറക്കി അമ്മയും അനിയത്തിയും പുതിയ വണ്ടിയിലും ഞാനും അച്ഛനും അച്ഛൻ്റെ വണ്ടിയിലും വീട്ടിലേക്ക് പോരുന്ന വഴി അച്ഛനും അമ്മയും അങ്ങോട്ടും ഇങ്ങോട്ടും ഓവർടേക്ക് ചെയ്ത് കളിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം നല്ല രസമായിരുന്നു. ഞാനും അച്ഛനും ആണ് കേട്ടോ ആദ്യം വീട്ടിലെത്തിയത്. പുറകെ അക്കുവും അമ്മയും. വീട്ടിലെത്തിയപ്പം അമ്മമ്മ വിളക്ക് കത്തിച്ചൊക്കെയായിരുന്നു. അങ്ങനെ ഞങ്ങളെ വീട്ടിലേക്ക് പുതിയൊരാളും കൂടി എത്തി. ഞങ്ങളെല്ലാവരും കൂടി വണ്ടീൻ്റെ ചന്തം നോക്കിയിരിക്കുമ്പോൾ ഞാൻ വെറുതെ വണ്ടീൻ്റെ മുകളിൽ ഇരുന്ന് രണ്ടുരുട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി. എന്തായാലും എനിക്ക് വണ്ടി ഇഷ്ടമായി. ഇനി എവിടെ പോകുമ്പോഴും എൻ്റെ കൂടെ ഇവനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.